കോഴിക്കോട് പുറക്കാമലയിൽ ക്വാറി പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ പ്രതിഷേധം. കംപ്രഷർ അടക്കമുള്ള ഉപകരണങ്ങളുമായി എത്തിയ തൊഴിലാളികളെ നാട്ടുകാർ തടഞ്ഞു. 60ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, എന്താണ് നിലവിലെ സാഹചര്യം? പുറക്കാമലയിൽ വലിയ രീതിയിലുള്ള ഖനനമാണ് പാറ ഖനനം നടക്കുന്നത്. ജനകീയ പ്രതിഷേധത്തിന് ഒടുവിൽ അവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ചിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുനരാരംഭിക്കാനുള്ള ശ്രമം ഉണ്ടായത്. ആ വേളയിലാണ് കംപ്രഷർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമായി എത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. അതാണ് പിന്നീട് അവിടേക്ക് പോലീസും എത്തി. ആ സംഭവം പിന്നീട് പോലീസിൻ്റെ സഹായത്തോടു കൂടെ ഈ വാഹനങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതാണ് പിന്നീട് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങിയത്. അതിനൊടുവിൽ 60ഓളം പേരെ ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. തൽക്കാലം അവിടെ ശാന്തമായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ വടകര MP ഷാഫി പറമ്പിൽ കൂടി ഇടപെട്ടിരിക്കുന്നു. ഷാഫി പറമ്പിൽ ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി ഈ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ക്വാറി പ്രവർത്തനം പുനരാരംഭിച്ചാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് പുറക്കാമല സംരക്ഷണ സമിതിയും നാട്ടുകാരും വ്യക്തമാക്കുന്നത്. വലിയ പ്രതിഷേധമാണ് കോഴിക്കോട് ഉണ്ടായത്. ക്വാറി പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ജനകീയ പ്രതിഷേധം ഇരമ്പിയത്.